എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ചാനലിൽ ക്ലീനിങ് വീഡിയോസ് ഇടാമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. ഞാൻ എൻ്റെ വീട്ടിൽ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളും അത് ഉപയോഗിക്കുന്ന രീതിയും അത് സൂക്ഷിക്കുന്ന രീതിയൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സാണ് ഇതെല്ലാം. ഞാനിതെല്ലാം ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, കുറച്ച് അല്ലാതെ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഐറ്റംസ് ഉണ്ട്. ഇത് ഫസ്റ്റ് ബോട്ടിലുള്ളത് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി ഞാൻ മിക്കവാറും തന്നെ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ലീനിങ് ക്യാഡിയിൽ ഞാൻ ഈ വിനാഗിരി വെച്ചിട്ടുണ്ട്. പിന്നെ ഫെനോയിൽ നമ്മുടെ വീട്ടിൽ ബാത്റൂമിൽ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഇടയ്ക്ക് ഫെനോയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊരു ബോട്ടിൽ വല്ലപ്പോഴും ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ട് അത് തീർന്നിട്ടൊന്നുമില്ല. പിന്നെ ഉള്ളത് ഇത് നാച്ചുറൽ ക്ലീനറാണ്. വെള്ളവും വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ സ്പ്രേ ബോട്ടിലെ മിശ്രിതം തീരുമ്പോൾ സ്പ്രേ ബോട്ടിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഉള്ളതാണ് ഹാർപ്പിക്കിൻ്റെ ഈ ബ്ലൂ ക്ലീനർ. ഇത് ടോയ്ലറ്റ് ക്ലീനർ എല്ലാവർക്കും അറിയായിരിക്കും, ഇത് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിമ്മയിലിൻ്റെ ഫ്ലോർ ക്ലീനർ. ഈ നിമ്മയിലെ ഫ്ലോർ ക്ലീനറിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ടൈൽ ക്ലീനർ, അതായത് ബാത്റൂമിൽ കാര്യമായിട്ട് കറകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ പെട്ടെന്ന് കറ പോകാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഹാൻഡ് വാഷ് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹാൻഡ് വാഷ് ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് കൈ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ ഹാൻഡ് വാഷ് ഒന്നും വേറെ താഴെ പോയി എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ട് ഹാൻഡ് വാഷ് ഇതിലുണ്ട്. അപ്പോൾ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ കഴുകാമല്ലോ. പിന്നെ അതുപോലെ തന്നെ മറ്റു കുറച്ച് സാധനങ്ങളും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മൈക്രോ ഫൈബർ ക്ലോത്ത്, നമ്മൾ ബാത്റൂമിൻ്റെ ടൈലൊക്കെ കഴുകാനായിട്ട്, അതായത് വാൾ ടൈലൊക്കെ കഴുകാനായിട്ട് ഈ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് നല്ലതാണ്. നമ്മൾ ആദ്യം കാണിച്ച നാച്ചുറൽ ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കഴുകാനായിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ നമ്മുടെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ക്ലീനിങ്ങിൽ. അപ്പോൾ അത് ഞാനൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് ഉപ്പ്. നമ്മുടെ സാധാരണ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പ്, ആ ഉപ്പും ഞാനൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഹാർപ്പിക്കും നിമ്മയിലൊന്നും ഉപയോഗിക്കാറില്ല, കൂടുതലും ഇതുപോലത്തെ നാച്ചുറൽ ക്ലീനേഴ്സാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ക്ലീനേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഒരു ഗ്ലൗസ് വെച്ചിട്ടുണ്ട് കയ്യിലിടാനായിട്ട്. പിന്നെ ഇത് വാളൊക്കെ ക്ലീൻ ചെയ്യുന്ന ബ്രഷാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് വാൾ ടൈലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വയ്ക്കുന്നതാണ്. അപ്പം ബാത്റൂമൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഇത് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബൗൾ വെച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ കൂടെ മിക്സ് ചെയ്ത് എവിടെയെങ്കിലും കൂടുതൽ കറകളുള്ള ഭാഗത്തൊക്കെ തേക്കണമെങ്കിൽ അതങ്ങനെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. പിന്നെ 2 ബ്രഷ്, ഒരെണ്ണം വാഷ് ബേസിനൊക്കെ കഴുകാനായിട്ടൊക്കെയാണ് ഈ വലിയ ബ്രഷ് ഉപയോഗിക്കുന്നത്. പിന്നെ സാധാരണ ഒരു ടൂത്ത് ബ്രഷും വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൈലിൻ്റെ ഇടയിലൊക്കെ വൃത്തിയാക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്ലീനിങ് ക്യാഡിയിലെ മെയിനായിട്ടുള്ള ഐറ്റംസ്. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. മാത്രമല്ല ഇങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ഒരു റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പം നമുക്ക് എല്ലാ ബാത്റൂമിലും ചിലപ്പോൾ സാധനങ്ങൾ വെക്കാൻ പറ്റണമെന്നില്ല. ഇനി വെക്കാനുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ബാത്റൂമിലില്ല, ഷെൽഫുകളൊന്നും ഇല്ലെങ്കിൽ നമ്മളെല്ലാം കാണുന്ന രീതിയിൽ ഓപ്പണായിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ എനിക്കത് പേഴ്സണലി ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ക്ലീനിങ് ക്യാഡിയിൽ വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോഴും ഈ സാധനം എടുത്തുകൊണ്ട് പോയി ക്ലീൻ ചെയ്യും. പിന്നെ അത്യാവശ്യം വേണ്ട ബ്രഷും കാര്യങ്ങളും മാത്രമേ ബാത്റൂമിൽ വെക്കാറുള്ളൂ. മാത്രമല്ല ഇത് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഞാൻ വാങ്ങിച്ചപ്പോൾ ഹൈറ്റ് കുറഞ്ഞതാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ആ സമയത്ത് എനിക്ക് കുറച്ച് തിരക്കുകൾ കാരണം പാഴ്സൽ പൊട്ടിക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പൊട്ടിച്ച് നോക്കിയത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഹൈറ്റിലുള്ള സംഭവമല്ല എനിക്ക് കിട്ടിയത്. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ, പ്രത്യേകിച്ച് വലിയ കുപ്പികളൊക്കെ വെക്കുമ്പോൾ കുറച്ച് പാടാണ് കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ കുപ്പികളൊക്കെ നമ്മൾ ഒരു സൈഡിൽ തന്നെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലായിട്ടാണ് ഞാൻ വെക്കുന്നത്. കുറച്ച് കുപ്പികൾ അവിടെയും കുറച്ച് കുപ്പികൾ ഇപ്പുറത്തെ സൈഡിലായിട്ട് വെയിറ്റ് ബാലൻസ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതുപോലെ നല്ല ഭംഗിയിലൊക്കെ ഒരുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കൈ പിടിച്ചത് പൊക്കുമ്പോൾ അത് ചരിഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അറേഞ്ച് ചെയ്ത് വേണം വെക്കാനായിട്ട്. പിന്നെ നിങ്ങളാരെങ്കിലും ഇതുപോലത്തെ സംഭവങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളത് വാങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുപ്പികളിലാക്കി വെക്കുകയാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഒരു 3 കൊല്ലത്തിന് മേലെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സ്പ്രേ ബോട്ടിലും യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ബാത്റൂമിൽ
ക്ലീനൊക്കെ ചെയ്യുന്നത്. നേരത്തെ കാണിച്ച ആ നാച്ചുറൽ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ആ സ്പ്രേ ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. ഈ സ്പ്രേ ബോട്ടിലും ഒത്തിരി പഴയതാട്ടോ. നിങ്ങൾ ആദ്യം മുതൽ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. ഈ സ്പ്രേ ബോട്ടിലൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കുപ്പികളിലാക്കി വെക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വലുതിലാക്കി വെച്ചേക്കാണ്. പിന്നെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ക്ലീനിങ് ക്യാഡിയുടെ ഉള്ളിൽ നമുക്ക് വെക്കാൻ പറ്റില്ല, വലുതായതുകൊണ്ട്. അപ്പോൾ അത് എക്സ്ട്രാ നമ്മൾ കയ്യിൽ പിടിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്ലീനിങ് പ്രൊഡക്ട്സ്. അപ്പോൾ ഇത് നമുക്ക് സുഖമായിട്ട് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോവാം, ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തെടുത്ത് വെക്കാം. കുട്ടികളൊന്നും എടുക്കാത്ത സ്ഥലത്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.